എമിലി ഡിക്കിൻസണിൻ്റെ ദ ബ്രെയിൻ ഇസ് വൈഡർ ദാൻ ദ സ്കൈയും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്ന കാർട്ടീഷ്യൻ മൈൻഡ് ബോഡി അല്ലെങ്കിൽ മെറ്റീരിയൽ ഓർ ഇമ്മെറ്റീരിയൽ ഡ്യുവലിസം ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാർട്ടീഷ്യൻ ഡ്യുവലിസം എന്ന് വെച്ചാൽ എന്താണ്? റെനെ ഡെക്കാർട്ടെ എന്നുള്ള ഫിലോസഫർ ബിലീവ് ചെയ്തിരുന്നത് മൈൻഡും ബോഡിയും എന്ന് പറയുന്നത്, മൈൻഡ് എന്ന് വെച്ചാൽ സോള്, ബോഡി എന്ന് വെച്ചാൽ മാറ്റർ, ഇത് രണ്ടും രണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്സ് ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നത്. മൈൻഡ് എന്ന് പറയുന്നത് നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള തിങ്ങാണ്, നമുക്ക് തോട്ടിനും റീസണിനും ഉള്ളതാണ്. ഓക്കെ. ആൻഡ് ബോഡി എന്ന് പറയുന്നത് ഫിസിക്കലാണ്, ഒരു മെഷീൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്, സോ അത് മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ഐഡിയയാണ് നമ്മൾ മൈൻഡ് ബോഡി ഡുവലിസം എന്ന് പറയുന്നത്. ഇനി എമിലി ഡിക്കിൻസന്റെ പോമായിട്ടുള്ള ദ ബ്രെയിൻ ഇസ് വൈഡർ ദാൻ ദ സ്കൈക്കകത്ത് എമിലി ഡിക്കിൻസൺ പറയുന്നത് ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അതെന്ന് പറയുന്നത് സ്കൈയെക്കാട്ടിലും വൈഡറാണ്. അതായത് ബ്രെയിനിന് ഫിസിക്കൽ സ്കൈയെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കാട്ടിലും ബിയോണ്ട് ദ ഫിസിക്കൽ ഇമാജിൻ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് തിങ് ആണ് ബ്രെയിൻ എന്നാണ് എമിലി ഡിക്കിൻസൺ പറയുന്നത്. ആൻഡ് ഓൾസോ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് സിയെക്കാട്ടിലും ഡീപ്പറാണ്. അതായത് നമ്മുടെ തോട്ട്സ് ഉണ്ടല്ലോ, തോട്ട്സിനെയാണ് ഇവിടെ സി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ തോട്ട്സ് എന്ന് പറയുന്നത് ഒരു സി പോലെ സിയെക്കാട്ടിലും കോംപ്ലക്സുമാണ്, എൻഡ്ലെസ്സുമാണ്. നമ്മുടെ മൈൻഡിൽ ഒരുപാട് തോട്ട്സ് വരാം, അത് നമ്മുടെ മൈൻഡിൽ ഒരുപാട് ഈ തോട്ട്സ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ടും ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ബ്രെയിനിനെ സിമിലർ ടു ഗോഡ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആണ്, സോ അതുകൊണ്ട് ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗോഡുമായിട്ട് ബ്രെയിനെ കമ്പയർ ചെയ്യുന്നു. സോ എങ്ങനെയാണ് ഈ കാർട്ടീഷ്യൻ ഡ്യുവലിസം ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്കിൻസൺ ബ്രെയിനെ ട്രീറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ഓർഗനായിട്ടല്ല, പക്ഷേ എന്തായിട്ടാണ് സംതിങ് ഓൾമോസ്റ്റ് സ്പിരിച്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇമാജിനേഷനും ഇമോഷനും ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ബീങ്. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മുടെ ഡെക്കാർട്ടയുടെ ഐഡിയ ഓഫ് മൈൻഡിനെ സിമിലർ ആയിട്ടുള്ളൊരു ഐഡിയയാണ് അല്ലേ. ആൻഡ് ഓൾസോ നമ്മുടെ മെറ്റീരിയൽ വ്യൂയെ ചലഞ്ച് ചെയ്യുന്നു. ബ്രെയിൻ എന്ന് പറയുന്നതിന് സ്കൈയെയും സിയെയും ഒക്കെ അബ്സോർവ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് ബിയോണ്ട് ദ സ്കൈ ആൻഡ് സി എന്നാണ് എമിലി ഡിക്കിൻസൺ പറയുന്നത്. ആൻഡ് ഷി ഓൾസോ സജസ്റ്റ് ദാറ്റ് മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ലിമിറ്റഡ് ബൈ ദ ഫിസിക്കൽ വേൾഡ് അല്ലേ, ഇറ്റ് ക്യാൻ ഗോ ബിയോണ്ട് ദ ഫിസിക്കൽ വേൾഡ് എന്നാണ് എമിലി ഡിക്കിൻസൺ പറയുന്നത്. അതുപോലെ തന്നെ ബോഡിക്ക് കഴിയാവുന്നതിനപ്പുറത്തോട്ട് മൈൻഡിന് പറ്റുമെന്നാണ് ആര് പറഞ്ഞേക്കുന്നത്? എമിലി ഡിക്കിൻസൺ പറഞ്ഞേക്കുന്നത്. സോ ഇതാണ് ഇതിനകത്തുള്ള ബോഡി മൈൻഡ് ഡ്യുവലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ മൈൻഡിൻ്റെ പവറിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ തിങ് അല്ല, ഇറ്റ് ഇസ് മച്ച് ബിഗ്ഗർ ആൻഡ് ഡീപ്പർ ആണെന്ന് പറയുന്നു. സോ നമ്മുടെ തോട്ട്സും സോൾ എന്ന് പറയുന്നത് ഫിസിക്കൽ മാറ്ററിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഐഡിയയാണ് കാർട്ടീഷ്യൻ ഡ്യുവലിസം എന്ന് പറയുന്നത്. ഇനി വോൾട്ട് വിറ്റ്മാൻ്റെ ഓൺ ദ ബീച്ച് അറ്റ് നൈറ്റ് അലോണിനകത്ത് സ്പിനോസയുടെ പാന്തിസവും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്പിനോസയുടെ പാന്തിസം എന്ന് പറയുന്നത് ബറൂക്ക് സ്പിനോസ എന്നാണ്, അദ്ദേഹം ഒരു ഫിലോസഫറാണ്. പാന്തിസം എന്നുള്ള ഐഡിയയിലാണ് ബിലീവ് ചെയ്യുന്നത്. ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ പേഴ്സൺ സിറ്റിംഗ് ഫാർ അവേ. ഗോഡ് എന്ന് പറയുന്നത് എവറിത്തിങ് ആണ്, ഗോഡ് എല്ലായിടത്തും ഉണ്ട്. അതാണ് പാന്തിസം എന്നുള്ള ഫിലോസഫിക്കലായിട്ടുള്ള തിയറിയുടെ മീനിങ് എന്ന് പറയുന്നത്. നേച്ചർ, യൂണിവേഴ്സ്, സ്റ്റാർസിൽ, ആളുകളിൽ എല്ലാം എന്ന് പറയുന്നത് ഗോഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു നേച്ചർ, നേച്ചർ ഇസ് ഈക്വൽ ടു യൂണിവേഴ്സ്. ഇനി വോൾട്ട് വിറ്റ്മൻ്റെ പോമായിട്ടുള്ള ഓൺ ദ ബീച്ച് അറ്റ് നൈറ്റ് അലോണിനകത്ത് വോൾട്ട് വിറ്റ്മൻ ക്വയറ്റ്ലി ഹീ ഈസ് സിറ്റിംഗ് ആൻഡ് ഹീ ഈസ് ലുക്കിംഗ് അറ്റ് ദ സ്കൈ ആൻഡ് തിങ്കിങ് ആൻഡ് ഹീ റിഫ്ലെക്ട്സ് ഓൺ ഹൗ എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് കണക്റ്റഡ്. എങ്ങനെയാണ് യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നത്? സ്റ്റാർസ്, ഓഷ്യന്, നൈറ്റ്, പീപ്പിൾ, എവറിത്തിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദി സെയിം ബിഗ് ട്രൂത്ത്. അതായത് ഗോഡിൻ്റെ പാർട്ടാണ് ഇതെല്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ വേൾഡുമായിട്ട് അദ്ദേഹത്തിനൊരു വൺനെസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഫീൽ ചെയ്യുവാണ്. അതായത് അദ്ദേഹവും യൂണിവേഴ്സ് എന്ന് പറയുന്നതും സെപ്പറേറ്റ് അല്ല, എല്ലാം ഒരൊറ്റ യൂണിറ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഗോഡിൻ്റെ എലിമെൻ്റാണ് നമ്മളെല്ലാവരും എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ സ്പിനോസയുടെ ഐഡിയ ആയിട്ട് എങ്ങനെ കണക്ട് ആവുന്നത്? വിറ്റ്മൻ ഗോഡിനെ ഒരു പേഴ്സണായിട്ടല്ല, എല്ലാ തിങ്സിൻ്റെയും ടോട്ടാലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വോൾട്ട് വിറ്റ്മൻ സേസ് എല്ലാ നേഷൻസും, കളേഴ്സും, ബാർബേറിയൻസും, സിവിലൈസേഷൻസും, ലാംഗ്വേജസും എല്ലാം ഒരു ഗ്രേറ്റർ യൂണിറ്റിയുടെ ഭാഗമാണ്, അതായത് ദൈവത്തിൻ്റെ ഭാഗമാണ്. സോ ഈ ഒരു പോം റിഫ്ലക്റ്റ് ചെയ്യുന്നത് സ്പിനോസയുടെ പാന്തിസമാണ്. അതായത് ഗോഡ് ഇസ് ഇൻ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇസ് ഗോഡ്. ഓക്കെ. ഇപ്പോൾ വോൾട്ട് വിറ്റ്മൻ ബീച്ചിൽ സൈഡിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താ പറയുന്നത്? അദ്ദേഹവും സ്റ്റാർസും സീയും പീപ്പിളും എല്ലാം ഡീപ്ലി കണക്റ്റഡ് ആണെന്നും എല്ലാത്തിൻ്റെയും എല്ലാവരും ഒന്നാണെന്നും ആൻഡ് ഹി ബിലീവ്സ് എന്താണ്, അതുതന്നെയാണ് സ്പിനോസ ബിലീവ് ചെയ്യുന്നത്. ഗോഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നതും സെയിം തിങ് ആണ്. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ യൂണിറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് വില്യം റോസ് വാലസിൻ്റെ ദ ലിബർട്ടി ബെൽ എന്നുള്ള പോത്തിനകത്ത് ഈ ജോൺ ലോക്കിൻ്റെ ലിബറലിസവും ടേൺ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള ഐഡിയയും എങ്ങനെ വരുന്നു എന്ന് നോക്കാം.
ജോൺ ലോക്ക് എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് നാച്ചുറൽ റൈറ്റ്സിലും ഫ്രീഡം ആൻഡ് ഇക്വാളിറ്റിയിലും ഗവൺമെൻറ് ബൈ കൺസെൻറ്റിലുമാണ്. അപ്പോൾ ഈ നാച്ചുറൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ എല്ലാ ഹ്യൂമൻ ബീയിങ്സും ജനിക്കുമ്പോൾ തന്നെ അവർക്ക് റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി ഉണ്ട്. ഫ്രീഡം ആൻഡ് ഇക്വാളിറ്റിയാണ് അടുത്ത പോയിന്റ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഷുഡ് ബി ഫ്രീ ആൻഡ് ഈക്വൽ. അല്ലാതെ കിങ്സ് എന്നും, അതായത് ഇപ്പോൾ രാജാക്കന്മാരാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും റൂൾ ചെയ്യുമ്പോൾ അവരുടെ സമ്മതമില്ലാതെ അവരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് റൂൾ ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നാണ് പറയുന്നത്. ആൻഡ് ഗവൺമെൻറ് ആണെങ്കിൽ പോലും എന്താണ്, പീപ്പിളിൻ്റെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ആൻഡ് പിന്നെന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഗവൺമെൻറ് കൊള്ളില്ല എന്നാണെന്നുണ്ടെങ്കിൽ പീപ്പിൾ ക്യാൻ ചേഞ്ച് ദ ഗവൺമെൻറ് ഇഫ് ഇറ്റ് ഫെയിൽസ്. ഓക്കെ, ഇതിനെയാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും ഹ്യൂമൻ റൈറ്റ്സിനും ഡെമോക്രസിക്കുമാണ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഇത് ലിബർട്ടി ബെൽ എന്നുള്ള പോം ഉണ്ടല്ലോ, അത് ഫ്രീഡത്തിൻ്റെയും ജസ്റ്റിസിൻ്റെയും അമേരിക്കൻ ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസുമാണ് കാണിക്കുന്നത്. ഈ ബെല്ലിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഹോപ്പ് ആൻഡ് ലിബർട്ടിയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഹ്യൂമൻ ഹിസ്റ്ററിയിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ആളുകൾ അവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു ലിബർട്ടി ബെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെല്ലെന്ന് പറയുന്ന അമേരിക്കൻസിനെ മാത്രമല്ല ഇൻസ്പയർ ചെയ്യുന്നത്, എല്ലാ ഹ്യൂമൻ ബീയിങ്സിനെയും ഫ്രീഡത്തിനും ജസ്റ്റിസിനും വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കൈൻഡ് ഓഫ് എന്താണ്, ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു ബെല്ലെന്ന് പറയുന്നത്. ഇനി ഈ ഒരു ലിബർട്ടി ബെല്ലെന്നുള്ള പോം നമ്മുടെ ജോൺ ലോക്കിൻ്റെ തിയറി ഓഫ് ലിബറലിസമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവുന്നു നോക്കാം. അപ്പം പോം റിഫ്ലക്ട് ചെയ്യുന്ന ജോൺ ലോക്കിൻ്റെ ലിബറൽ ഐഡിയാസിനെ കുറിച്ചാണ്. അതായത് ദ ബിലീഫ് ദാറ്റ് ആളുകൾക്കെല്ലാം ഫ്രീഡം ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നും ആൻഡ് ഹാവ് ദ റൈറ്റ് ടു സെൽഫ് റൂൾ. അതായത് ഇപ്പോൾ ആ ഫ്രീഡം എല്ലാം വയലേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെതിരെ ഫൈറ്റ് ചെയ്യാനും അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് ഫ്രീഡം വാങ്ങിക്കാനും തിരിച്ച് വാങ്ങിക്കാനുള്ളൊരു കഴിവുണ്ടെന്നാണ് ആളുകൾക്ക്, അങ്ങനെ ഒരു ഹ്യൂമൻ ബീയിങ്സിന് അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ലിബർട്ടി ബെൽ എന്ന് പറയുന്നത് ലോക്കിൻ്റെ ഫിലോസഫി റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് കൂടിയാണ്. അതായത് ഹ്യൂമൻ റൈറ്റ്സിനും ഫ്രീഡത്തിനും വേണ്ടിയാണ് നിൽക്കുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു പോം എന്ന് പറയുന്നത് ഫ്രീഡം ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിനും പ്രൈസ് ചെയ്യുന്നൊരു പോമാണ്. ആൻഡ് പീപ്പിൾ ഷുഡ് ബി ഫ്രീ, ഈക്വൽ ആൻഡ് ഗവേൺ ദംസെൽസ് എന്നുള്ള ഐഡിയ ആണ് ഇത് എക്കോ ചെയ്യുന്നത്, ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റിസിന് വേണ്ടി ഡെമോക്രസിക്കും വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുക. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് D.H. ലോറൻസിൻ്റെ ഹൗ ബീസ്ലി ദ ബൂർഷോസ് ഈസ് എന്നുള്ള പോയത്തിനകത്ത് മാർക്സിൻ്റെ ഐഡിയ സോഷ്യൽ ക്ലാസ് എങ്ങനെ വരുന്നു. അപ്പോൾ കാൾ മാർക്സ് ഒരു ഫിലോസഫർ ആൻഡ് എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം ബിലീവ് ചെയ്തിരിക്കുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് 2 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ്, ബൂർഷോസും പ്രോലറ്റേറിയറ്റും. ബൂർഷോസ് എന്ന് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റ്, അതായത് റിച്ച്, പ്രോപ്പർട്ടി എല്ലാം ഓൺ ചെയ്യുന്ന, ഫാക്ടറീസും ബിസിനസ്സും എല്ലാം ഓൺ ചെയ്യുന്ന ആളുകൾ. പ്രോലറ്റേറിയറ്റ് എന്ന് വെച്ചാൽ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, അത് ഈ ബൂർഷോസ് എന്നുള്ള ആളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ ബൂർഷോസ് എന്ന് പറയുന്നത് വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരുടെ പവറും വെൽത്തും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. അത് ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. അതായത് അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും അല്ലെങ്കിൽ റിച്ച് ആൻഡ് പുവർ എന്നുള്ളൊരു ക്ലാസ് കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാക്കുന്നു. ആൻഡ് മാർക്സ് ബിലീവ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ സൊസൈറ്റിക്കാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ അതിനു വേണ്ടിയുള്ള റവല്യൂഷനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, മാർക്സ് എന്ന് പറയുന്നത്. ആൻഡ് ലോറൻസ് പറയുന്നത് ഈ പോയത്തിനകത്ത് മിഡിൽ ക്ലാസ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുവാണ്. മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൂർഷോസിനെയാണ്. അവർ ഫേക്കാണ്, സെൽഫിഷാണ്, ഇമോഷണലി അവർ എംറ്റി ആണെന്നും അവർ പൊളൈറ്റായിട്ടും പ്രോപ്പറായിട്ടും ഒക്കെ ആക്ട് ചെയ്യുവാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡീപ്പ് ഡൗൺ അവരെത്ര ആക്ട് ചെയ്താലും അവർ വീക്ക് ആൻഡ് കവേർഡ്ലി ആൻഡ് ഗ്രീഡി ആണെന്നാണ് പോയത്തിനകത്ത് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ പോയിറ്റ് പറയുന്ന D.H. ലോറൻസ് പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് വെറുപ്പായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്, വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളാണെന്നും അവർ പവർഫുൾ ആയിട്ട് അപ്പിയർ ചെയ്താലും പക്ഷെ അവർക്കൊരു ട്രൂ സ്ട്രെങ്തോ ട്രൂ വാല്യൂസോ അവരുടെ ലൈഫിൽ അതില്ല. അപ്പോൾ അത് മാർക്സിൻ്റെ ഐഡിയ ആയിട്ട് എങ്ങനെ കണക്റ്റഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സിനെ പോലെ തന്നെയാണ് ലോറൻസ് ബൂർഷോ ക്ലാസ്സിനെ അറ്റാക്ക് ചെയ്യുവാണ്. അവർ മോറലിയും സ്പിരിച്വലിയും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് അവരെപ്പോഴും പൈസയ്ക്ക് വേണ്ടിയും സ്റ്റേറ്റസിന് വേണ്ടിയും ഇങ്ങനെ ക്ലിങ് ഓൺ ചെയ്യുന്ന ആളുകളാണ്. ആൻഡ് ഹ്യൂമൻ പ്രോഗ്രസിന് വേണ്ടി അവരൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്സിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ബൂർഷോസ് എന്ന് പറയുന്ന ഒരു ഹാംഫുൾ ക്ലാസ് ആണെന്നും അവരുടെ വാല്യൂസ് എന്ന് പറയുന്നത് വെറും ഫാൾസ് ആയിട്ടുള്ള വാല്യൂസ് ആണെന്നുമാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ D.H. ലോറൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഫേക്ക് ആൻഡ് സെൽഫിഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് ഫേക്ക് ആൻഡ് സെൽഫിഷ് ആണ്. അപ്പോൾ അവരെ ആളുകൾ ശരിക്കും പറഞ്ഞ് കെയർ ചെയ്തെന്ന് വെച്ചാൽ ഈ ആളുകൾ കംഫർട്ട് ആൻഡ് മണിക്ക് വേണ്ടി മാത്രമേ അവർ നിൽക്കത്തുള്ളൂ, അല്ലാതെ ട്രൂത്തിനും സ്ട്രെങ്ത്തിനും വേണ്ടി ഇവരൊരിക്കലും ഫൈറ്റ് ചെയ്ത് നിൽക്കത്തില്ല. അതുതന്നെയാണ് മാർക്സിൻ്റെ ഐഡിയ ഓഫ് ബൂർഷോസ് എന്ന് പറയുന്നത്. ബൂർഷോസി എന്ന് പറയുന്നത് ഒരു കറപ്റ്റ് ക്ലാസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്.
ആൻഡ് ബാക്കിയുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് സൊസൈറ്റിക്ക് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും കൊടുക്കാതെ നിൽക്കുന്ന ആളുകളാണ് ബൂർഷ്വാസികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.